യൂട്യൂബ് ചാനൽ 555 ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ തെറ്റുകൾ തിരുത്തുവാനും സമ്മതിക്കുവാനും ഈ വ്യക്തി തയ്യാറാണോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒബ്വിയസ്ലി ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയി പോയ ആൾക്കാരുണ്ടാകാം, ബ്രേക്കപ്പിലേക്കും സെപ്പറേഷനിലേക്കും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഉപകാരപ്രദമാകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം, ഏതൊരു എനർജിയിലാണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ നിൽക്കുന്നത് ഏതൊരു രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഏതൊരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വൈസ് വൺ ഗ്രോ വിത്ത് യുവർ കറന്റ് സിറ്റുവേഷൻ എന്നുള്ളൊരു രീതിയിലാണ്. ആൻഡ് ഓൾസോ ദ ന്യൂ മൂൺ എനർജീസ് ഹിയർ. ചന്ദ്രന്റെ ആ ഒരു ആ ഒരു മൂണിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് അപ്പ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്ക് വളരെയധികം പൂർവികരുടെ അനുഗ്രഹം, അത് ഏറ്റവും കൂടുതൽ മുത്തശ്ശിമാരുടെ അനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛമ്മ, അല്ലെങ്കിൽ ഇളയമ്മ, ചിറ്റ, വല്യമ്മ, ഇങ്ങനത്തെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ ആ ഒരു കാറ്റഗറി ആയിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മുത്തശ്ശിമാരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകാം, സ്വപ്നത്തിൽ വരുന്നുണ്ടാകാം. അവർ നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ വാത്സല്യം കൊണ്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ വരാനും മനസ്സിൽ തോന്നിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളോട് ഉയർന്നു വരാനാണ് ആ ഒരു എനർജിയിൽ, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ തളർന്ന് വീഴാതെ, തളർന്ന് ഒടിഞ്ഞ് ഓക്കെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ലെവലിൽ നിൽക്കാതെ, വളരെയധികം ഒരു എന്താ പറയുക, ഒരു മെന്റാലിറ്റിയോട് കൂടി, പോസിറ്റീവായിട്ടുള്ള മെന്റാലിറ്റിയോട് കൂടി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പ്രശ്നങ്ങളുടെ മുന്നിൽ കീഴ്പ്പെട്ടു പോകാതെ നിങ്ങൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാനീസ് ആണ്. അതായത് പൂർവികരായിട്ടുള്ള മുത്തശ്ശിമാരുടെ ആ ഒരു അനുഗ്രഹമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന മുത്തശ്ശിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക മരിച്ചു പോയിട്ടുണ്ടാകാം. അപ്പോൾ അത് മുത്തശ്ശിയുടെ അങ്ങനെ വരും, അങ്ങനെയും ആകാം. അപ്പൊ അവരുടെ ഒരു അനുഗ്രഹം എനിക്കിവിടെ പ്രധാനമായിട്ടും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കേട്ടോ, നിങ്ങളുടെ പേഴ്സന്റെ അല്ല, നിങ്ങളുടെ എനർജിയാണ് ഏറ്റവും ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ മറികടക്കാൻ പറ്റുന്നു, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാനീസിന്റെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എയർ ഗാർഡിയൻ ആണ്, ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ പേഴ്സന്റെ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് പലതിലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ വിശ്വാസമാകാം, ചിന്താഗതികളാകാം, ധാരണകളാകാം, വിശ്വാസങ്ങളാകാം, സ്വഭാവ രീതിയായിരിക്കാം, ജീവിത രീതിയായിരിക്കാം. അങ്ങനെയൊക്കെ വന്നിട്ട് ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള പെർസെപ്ഷൻ, അവരവരുടേതായിട്ടുള്ള ചിന്താഗതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ
ചില തെറ്റിദ്ധാരണകൾ, അതുപോലെ സ്വന്തമായിട്ടുള്ള ഒരു രീതികൾ, ഞാൻ വിചാരിക്കുന്നതാണ് സത്യം, ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഈ പേഴ്സണ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ പേഴ്സണ് പ്രത്യേകിച്ചൊന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ചിന്താഗതികളിൽ ധാരണകൾ, അതായത് മാനസികപരമായിട്ട് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാകൂലേ, ഇന്നതാണ് ശരി, ഇങ്ങനെ ചെയ്യുന്നതാണ് ശരി, ഇങ്ങനെ പറയുന്നതാണ് ശരി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഈ പേഴ്സൺ വളരെയധികം മാറിപ്പോകുന്നതായിട്ട്, അല്ലെങ്കിൽ മാറാൻ തുടങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ പുരുഷനാണെന്ന് വിചാരിക്കുക, നിങ്ങൾ സ്ത്രീയാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ എപ്പോഴും എപ്പോഴും ഒരു പടി താഴെ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള പുരുഷന്മാരുണ്ടാകാം. അപ്പൊ അവരുടെ ആ ഒരു ധാരണകൾ മാറ്റിയെടുക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പല തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടും ഫാമിലി പരമായിട്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ച് ഈ വ്യക്തി മുന്നോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യമേ തന്നെ നമുക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറുമ്പോൾ തന്നെ അവിടെ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് തയ്യാറാകും. അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പുതിയ തുടക്കം എന്ന് പറയുന്നത്, കാരണം ഇവിടെ മാത്രമേ വെളിച്ചം വന്നിട്ടുള്ളൂ, ഇങ്ങോട്ടേക്ക് ഇരുട്ടായിട്ട് കിടക്കുകയാണ്. അപ്പൊ ആ ഇരുട്ടിലേക്കും കൂടി വെളിച്ചം പകരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ പല പല ഭാഗങ്ങളിലും ഇരുട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ എന്താ പറയാ, വെളിച്ചമെത്താത്ത സ്ഥലം അല്ലെ. വെളിച്ചമെത്താത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ശൂന്യമായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണോ, ചിലപ്പോൾ അവിടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് കാണാൻ പറ്റില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള എനർജി എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും വെളിച്ചം എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം പകർന്നുകൊണ്ട് ഇവിടെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ആൻഡ് ഓൾസോ അക്സെപ്റ്റൻസ് ആണ്. കാരണം ഇവിടെ പലവരും ഇവിടെ നല്ല രീതിയിൽ തന്നെ, കാരണം ഇപ്പൊ ഈ ഒരു ലേഡീനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഒരു ലേഡി നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ലേഡി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഈ ഈ ഒരു പെൺകുട്ടിയുടെ തന്നെ തെറ്റിദ്ധാരണകളും അതുപോലെ ഇല്ലാ കഥകളുമാണ്. കാരണം ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള കുറെ കള്ളക്കഥകളായിരിക്കാം, ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള കുറെ സ്റ്റോറീസ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഈ പേഴ്സണും ഒരുപാട് പോരായ്മകളുണ്ട്, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പിൽ പോരായ്മകളുണ്ട്, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് മാത്രം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നിർത്തിയിട്ട് ഇവിടെ എന്താണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതായത് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, എന്തൊക്കെ പോസിറ്റീവ് ആണോ ആ പോസിറ്റീവിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തി കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഇത്തരം ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്ഷിപ്പ് ആണ് കിട്ടിയിട്ടുള്ളത്, സപ്പോർട്ട്, ഫൺ, യൂണിറ്റി ആൻഡ് പ്ലേ ആണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്ന രീതിയിലുള്ള കുറച്ചധികം ആൾക്കാർ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏതൊക്കെ തരം വ്യക്തികളായിക്കോട്ടെ, ഏതൊക്കെ തരം പ്രായമായിക്കോട്ടെ, ഇവിടെ ഈ പേഴ്സന്റെ കാഴ്ചപ്പാടിനെയും ചിന്താഗതികളെയും ഒക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കാം, പക്ഷെ അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവര് കാരണം ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്.
ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ അത് ഈ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പുതിയ സൗഹൃദമായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൗഹൃദമായിരിക്കാം. അപ്പൊ എന്താണെങ്കിൽ പോലും ഇവിടെ ഒരു കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ പേഴ്സണെ കറക്റ്റ് ചെയ്യുന്ന, തിരുത്തുന്ന, ഇപ്പൊ തെറ്റുകൾ തിരുത്തുകയാണല്ലോ വേണ്ടത്, അല്ലെങ്കിൽ അത് കൊണ്ട നടക്കല്ല വേണ്ടത്. അപ്പൊ ആ തെറ്റുകൾ തിരുത്തുന്ന രീതിയിലുള്ള എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്, വിക്ടിം കാർഡാണ്. അതായത് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി, ആ ഒരു കാർഡാണ്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ ഈ പേഴ്സൺ ആണ്. അപ്പോൾ ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്നുള്ളത് ഈ വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ വലിയ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾ കഴിവതും അതുമായിട്ട് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു വിക്ടിം കാർഡ് എടുത്തു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ കുറ്റം എന്ത് കുറ്റത്താലാണോ, എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണോ ഈ പേഴ്സൺ അങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആയിപ്പോയിട്ടുള്ളത്, ആ ഒരു വിക്ടിം കാർഡ് അല്ലെങ്കിൽ ആ ഒരു വിക്ടിം എനർജി, ആ ഒരു കുറ്റം എന്നുള്ള ആ കുറ്റക്കാരൻ കുറ്റക്കാരി, ആ ഒരു കാര്യം എടുത്തു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു ഹാപ്പി ന്യൂസും കൂടിയാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി, എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? യെസ്, ഹാർവസ്റ്റ് ദ ഗാദറിംഗ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ്. അതായത് നമ്പർ 44 ആണ് കിട്ടിയിട്ടുള്ളത്. 44 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പറും കൂടിയാണ്. 4+4 8 ആണ്. 8 എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി സൈൻ ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പറയില്ലേ, വീണാലും 4 കാലിലേ വീഴുള്ളൂ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആയിട്ടും, അതുപോലെ നിങ്ങളുടെ എനർജി ആണെങ്കിലും ഈ പേഴ്സന്റെ എനർജി ആണെങ്കിലും അങ്ങനെയായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പൂർവികർ വഴിയോ ജന്മനാ കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സോള് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോ ആയിരിക്കാം. നിങ്ങൾക്കും ഈ പേഴ്സണും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ബ്ലെസ്സിങ്സ് ആണ്. അതായത് അനുഗ്രഹങ്ങൾ കൊയ്യാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ ഇരിക്കുന്നുണ്ട്. അത് പല മേഖലയിലും ആയിരിക്കാം. നോട്ട് ഓൺലി അബൌട്ട് ഇൻ ദ ലവ് റിലേഷൻഷിപ്പ് ബട്ട് ഓൾസോ വേറെ ഒരുപാട് കാര്യങ്ങളിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയാൻ പോകുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് വിട്ടുകളഞ്ഞ സംഭവമായിരിക്കാം. പക്ഷെ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സോളായിട്ട് തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈ പേഴ്സൺ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മിസ്റ്റേക്ക് ആണ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നാണ്. അതായത് ഈ വ്യക്തിയുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ഈ വ്യക്തി ആദ്യമൊക്കെ തയ്യാറായിരുന്നില്ല. അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും മോശക്കേടിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് മനസ്സിൽ തൊട്ടും നെഞ്ചിൽ കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പേഴ്സന്റെ തെറ്റുകൾ തിരുത്താനുള്ള ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി തയ്യാറാണ് ഈ വ്യക്തിയുടെ തെറ്റുകൾ തിരുത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്കും ചിന്തകളിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. നമുക്കിനി കുറച്ച് ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഡിയാക് സൈൻ ക്യാൻസർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഓ, ലിബ്ര 40 നമ്പർ കിട്ടിയിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം വെച്ചിട്ട് നിങ്ങൾ പ്യൂരിഫിക്കേഷൻ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ലെറ്റർ എൻ, മകയിരം നാള്. ലെറ്റർ എഫ്, 999 ഏഞ്ചൽ നമ്പർ ആണ്. ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസക്കുറവുകൾ ഉണ്ടാകാം. 1221 ഏഞ്ചൽ നമ്പർ, കർണാടക, പത്തനംതിട്ട. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.